കാബേജൊക്കെ വളരെ നല്ല സ്മൂത്ത് പഞ്ഞി പോലെ ആയിട്ട് കഴിച്ചു നോക്കാതെ. നല്ല പുളിയായിരിക്കും, പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നമ്മളിതുപോലെ കാബേജ് എടുത്തിട്ടുണ്ട് ഇതിലേക്കായിട്ട്. അപ്പോൾ കാബേജിൻ്റെ ഇതിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം, ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് കാബേജ് ഒന്ന് തിളപ്പിച്ചെടുക്കാം. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇതുപോലെ കാബേജ് ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലൊന്ന് ബോയിൽ ചെയ്തെടുക്കാം. അപ്പോൾ അത് കുറച്ച് വേവായി വന്നിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് നമ്മൾ ബോയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പാത്രത്തിലേക്ക് മാറ്റാം. എടുത്തിട്ടുണ്ട് ഈജിപ്ഷ്യൻ റൈസ് എടുത്തിട്ടുണ്ട്, കുതിർത്തി വെച്ചത് ഒരു 1.5 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പീസ് ടൊമാറ്റോ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ബഗ്ദുനസിൻ്റെ ഇല എടുത്തിട്ടുണ്ട്, ഒരു 4 കെട്ട് ചെറുതാക്കി കട്ട് ചെയ്ത്. അതുപോലെ ഇതിലേക്കുള്ള മസാല 2 ടീസ്പൂൺ ചെറുജീരകത്തിൻ്റെ പൊടി, 2 ടീസ്പൂൺ ബ്ലാക്ക് പെപ്പർ, 1 പീസ് മാഗി ക്യൂബ് വെജിറ്റബിളിന് എടുത്തിട്ടുണ്ട്. അതുപോലെ 2 പീസ് ഓണിയൻ ചെറുതാക്കി കട്ട് ചെയ്ത്. വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, 4 പീസ് ചെറുതാക്കി കട്ട് ചെയ്ത്. അപ്പോൾ ഒലിവ് ഓയിൽ ചൂടായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഗാർലിക് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് ആഡ് ചെയ്തിട്ടുണ്ട്. ഗാർലിക് ഒന്ന് മൂപ്പായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ച് ഓണിയൻ കൂടി ആഡ് ചെയ്തു. ഓണിയൻ ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ച് മസാല ജീരകം, കുരുമുളക്, മാഗി ക്യൂബ് നമുക്ക് ഇതിലേക്ക് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കൊടുക്കാം. ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ടൊമാറ്റോ ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് ബഗ്ദുനസ് ആഡ് ചെയ്തു. ഈ വെച്ച് അരി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വെക്കാം. അപ്പോൾ നമുക്കിതുപോലെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കാം. ബോയിൽ ചെയ്തുകൊണ്ട് പെട്ടെന്ന് കഷ്ണം പോലൊന്നുമില്ല. ഇത് കട്ട് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളത് ബോയിൽ ചെയ്യുന്നത്. പിന്നെ ഇത് ഓരോന്നായിട്ട് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്കിതുപോലെ കാബേജ് ബോയിൽ ചെയ്തെടുത്തത് നമുക്ക് ഇതിന് ശേഷം ഇതിൻ്റെ ഉൾഭാഗത്തേക്കായിട്ട് നമുക്ക് ഉണ്ടാക്കി വെച്ച മസാല നമുക്ക് ഇതിന് മേലെ അപ്ലൈ ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് 2 സൈഡ് മടക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ചുറ്റി കൊടുക്കും. ഇതുപോലെ നമുക്ക് ഫുള്ളായിട്ട് കവർ ചെയ്ത് ഇത് ഫുള്ളായിട്ട് ഇപ്പോൾ നമ്മളത് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള സോസ് റെഡി ആക്കിയിട്ടുണ്ട്. ടൊമാറ്റോയും ടൊമാറ്റോ പേസ്റ്റും ഒരു മാഗി ക്യൂബും ഇട്ടിട്ട് സോസ് ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ ഒരു പാനിൽ നമ്മൾ പൊട്ടാറ്റോ റൗണ്ടിൽ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ കാബേജ് റോൾ ചെയ്തിട്ട് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മൾ പാനിലേക്ക് ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ മുകളിലേക്കായിട്ട് സോസ് കുറേശ്ശെ വെച്ച് കൊടുക്കാം. സോസ് നമ്മൾ കുറേശ്ശെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ഇതിൻ്റെ മുകളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ അടുത്തൊരു സ്റ്റെപ്പ് കൂടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ ഗ്യാസിൻ്റെ മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ബോയിലായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ചെറിയ തീയിൽ വളരെ നൈസായിട്ട് ചെറിയ തീയിൽ വേണം. ഒരു 2 മണിക്കൂർ നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അതിനായിട്ട് നമ്മളത് ഫില്ല് ചെയ്യണം. ഈ പാത്രം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പ്ലേറ്റ് നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്.
പാത്രത്തിൻ്റെ മുകളിലേക്കായിട്ട് വേറൊരു പാത്രം കൂടി നമുക്ക് വെച്ച് കൊടുക്കാം. കാരണം ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകളിലേക്കായിട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഫോയിൽ ചെയ്തിട്ടൊന്ന് ക്ലോസ് ചെയ്യാം. ഇപ്പോൾ നമ്മളിത് ഫോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഒന്ന് ഓപ്പൺ ചെയ്തു. അപ്പോൾ 2 മണിക്കൂർ ടൈം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ അതിൻ്റെ സോസ് എല്ലാം വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി ആ അകത്ത് വെച്ച പ്ലേറ്റുകളെല്ലാം നമുക്ക് ക്ലിപ്പ് വെച്ച് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മൾ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോ ക്ലിപ്പ് ഉപയോഗിച്ചിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ മൽഫൂഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കാബേജ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ്. എല്ലാവർക്കും വളരെ ഇഷ്ടമായ വിഭവം തന്നെയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കിയതാണ് വിഭവമാണിത്, മൽഫൂഫാണിത്. ഒരു പീസ് നമുക്ക് കഴിച്ച് നോക്കാം. ഭയങ്കര